നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി അരച്ചെടുക്കണം. അതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിഷ് വാഷിൻ്റെ ലിക്വിഡാണേ, അതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ വേപ്പെണ്ണയാണ്. അതും കൂടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നതാണ്. അതും കൂടി വേണം. നമുക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിനായി ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഇവിടെ ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരിച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം. അതിനൊരു പഴയ അരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് അടിച്ച് വെച്ച വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി കഴുകി നന്നായിട്ട് നമ്മൾ അരച്ച് ഇതിനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം അറിയാം. ഈ അടപ്പും കൂടി കഴുകി നമുക്ക് നന്നായിട്ട് വെള്ളം വീട്ടി കൊടുക്കാം. അതിൻ്റെ എല്ലാ ഇതും ഇതിൻ്റെ ആവുന്നതാണ്. ഇതിന് നമുക്ക് നന്നായി പുഴിഞ്ഞ് ഇതിൻ്റെ ഈ കൊത്തൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ചാറെല്ലാം പിഴിഞ്ഞെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞ് ഈ ചണ്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്കിത് സ്പ്രേ ബോട്ടിലിൽ കൂടെ അരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം വേസ്റ്റെല്ലാം മാറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം. ഡിഷ് വാഷ് നല്ലതാണ്, സോപ്പിൻ്റെ കൊണ്ട് അതിൽ മറ്റു കീടങ്ങളൊന്നും വരില്ല. ഞാൻ അതും വീട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഈ വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ ഇപ്പം തീരാറായിട്ടുണ്ട്. ഇതിന് ഒരു 2 അടപ്പ് മതിയാകും. ഈ 1 ലിറ്റർ വെള്ളം വരും ഞാൻ എടുത്തത്. അതിനൊരു 2 അടപ്പ് നമുക്ക് മതിയാകും. അപ്പോൾ ഞാനൊരു 2 അടപ്പ് വേപ്പെണ്ണയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അതിനായി നമുക്ക് ഒരു കപ്പ് ഉപയോഗിച്ച് വെള്ളത്തെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. നമുക്കിതിനെ നല്ലപോലെ ഒന്നും കൂടി അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു സ്പ്രേ എന്നിട്ട് നമുക്കിതെല്ലാത്തിനും അടിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ദാണ്ട ഈ എൻ്റെ ഒരു ഇതാണ് ഒരു വഴുതന തൈയാണ്. അതിൻ്റെ എല്ലാം അകത്തെല്ലാം ഈ ജീവികളിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാണാമോ എന്ന് എനിക്കറിയില്ല. ദാണ്ടേ ഇവരെല്ലാം കൂടിയാണ് എൻ്റെ ഈ പച്ചക്കറികളെ തിന്ന് തീർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഇന്ന് തുരത്തണം. ഇവിടെ നിന്ന് എൻ്റെ എല്ലാ പച്ചക്കറിയും നശിപ്പിച്ച് കളയും. അതുപോലെ ഒരുപാട് എനിക്ക് മുളക് തൈയൊക്കെ നട്ടിട്ട് അതെല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം എന്താ പൂവൊക്കെ വരാറായതാണേ. അതിനെ എല്ലാം വേണ്ട ഈ ഇരിക്കുന്നുണ്ടോ ജീവികൾ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വേണ്ട ഇതെല്ലാം എൻ്റെ ഈ മുളക് ചെടികളുടെ ഈ പൂക്കളെല്ലാം തിന്ന് തീർത്ത് എല്ലാം നശിപ്പിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ഈ മുളകെല്ലാം നല്ല കായ്ക്കാറായതാണ്. ഇതാ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ പൂവെല്ലാം തിന്ന് തീർക്കുന്ന ഭീകരന്മാരാണ്. ഇതാ ഈ ഇരിക്കുന്ന ഭീകരന്മാർ. ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിരുന്ന് എൻ്റെ മുളകിനെല്ലാം തിന്ന് തീർത്ത് സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന സാധനങ്ങളാണ് ഇത്. ഇതിനെല്ലാം എനിക്കിന്ന് തുരത്തണം. ഇതിനെല്ലാം നമുക്കിന്ന് തുരത്താമേ. ഈ സ്പ്രേ അങ്ങോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇവരെല്ലാം 4 വശത്ത് കൂടി ഓടും കേട്ടോ. അല്ലാണ്ടേ ഓടുന്നുണ്ടോ? ഇതെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്
പോവുകയാണ്. ഇത് ഒന്നുകിൽ ഈ മരുന്ന് രാവിലെ വേണം ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ അടിച്ചു കൊടുത്താൽ ഇവരെല്ലാവരും പോകും. പക്ഷെ ഉച്ചയ്ക്ക് ഒരു 8 മണി കഴിഞ്ഞ സമയത്തൊന്നും നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. കാരണം ചെടികളൊക്കെ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കത്തിരിക്കെല്ലാം ഇത് അടിച്ചു കൊടുക്കുകയാണേ. നല്ല വലുതായി നിറയെ പൂവും പൂത്ത് കായ്ക്കാറായതിനെല്ലാം ഇതൊക്കെ തിന്ന് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി എൻ്റെ മുളക് തൈകൾക്കും അടിച്ചു കൊടുക്കാം. എല്ലാത്തിലും ശരിക്കും ഉണ്ടേ, എല്ലാത്തിലും എന്താ ഓടുന്ന കാണാമോ? ഇതെല്ലാം ഈ സ്പ്രേ ചെല്ലുമ്പോൾ എല്ലാവരും പല വഴിക്ക് ഓടും. ഇതിലെല്ലാം ഉണ്ട്. കണ്ടോ 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 കണ്ടോ, നിങ്ങൾക്ക് കാണാമോ എന്നെനിക്കറിയില്ല. ഇതാ ഒരു സാധനം, ഒന്നൊന്നും അല്ലേ, ഒരുപാടുണ്ട്. ഇതാ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എത്ര എണ്ണമാണ് ഇങ്ങനെ കയറി ഓടുന്നത് കണ്ടോ? ഈ സ്പ്രേ ചെല്ലുമ്പോൾ എല്ലാവരും 4 വഴിക്ക് ഓടും. ഇതിനെല്ലാം ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ശല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഈ സ്പ്രേ ഉണ്ടാക്കി ഈ വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഈ ഡിഷ് വാഷ് ബാർ അല്ലെങ്കിൽ ബാർ സോപ്പ് കലക്കിയെടുത്ത പതയായാലും മതി, ആ ലിക്വിഡ് ഉപയോഗിച്ച് ഇത് 3ഉം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിനൊക്കെ അടിച്ചു കൊടുത്താൽ ഇതിലുള്ള ഈ വണ്ടും കൃമി കീടങ്ങളും ഈ മുളക്, കത്തിരി, നമ്മളെ പച്ചക്കറികളെല്ലാത്തിനും, തക്കാളി തുടങ്ങിയ എല്ലാത്തിനും ഈ കീടബാധകൾ മാറി നല്ല പോലെ കായ്ക്കാനും പൂക്കാനും കഴിയും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒന്നുകിൽ രാവിലെ നമ്മൾ സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ ചെടിയൊക്കെ ഈ മുളക് തൈയും ഇതെല്ലാം നമ്മളെ പച്ചക്കറി തൈകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഇവന്മാരെല്ലാം തുരത്തിയിരിക്കുന്നത് കണ്ടോ? എല്ലാം ഇതിൻ്റെ ഈ സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാവരും പല വഴി ഓടി രക്ഷപ്പെടണേ. നമുക്കങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.